ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലോ? എനിക്ക് സുഖം. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ നോമ്പാണ്, അതുകൊണ്ടാണ് അധികം ഒന്നും വരാത്തത്. നോമ്പ് കഴിഞ്ഞിട്ട് വേണം ഒരു ലൈവ് വരാനായിട്ട്. ഞാനിപ്പം പ്രത്യേകിച്ച് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബാല എലിസബത്തിന്റെ കേസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം ബാല എലിസബത്താണ്. പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നത് ഷാൻ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷാൻ ഉണ്ടല്ലോ, നമ്മൾ ചാനലിലൊക്കെ കാണാറുണ്ടല്ലോ, ജഡ്ജായിട്ടൊക്കെ വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു കേസാണ്. നോക്കുമ്പോൾ സെലിബ്രിറ്റികള്, സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും ഇങ്ങനെയാണോ? എല്ലാവരും ഗുണ്ടായിസവും ചീറ്റിങ്ങും എല്ലാം തന്നെയാണോ? അപ്പോൾ ഇപ്പം ഞാനൊരു ചാനലിൽ വന്ന വാർത്ത കണ്ടിട്ടാണ്, അതിലെ കുറേ ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട്, ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു വാക്ക് കൊടുക്കുമ്പം നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ അത് വിശ്വസിക്കും. കാരണം ഇവർ ഇത്രയും ഫേമസ് അല്ലേ, സെലിബ്രിറ്റി അല്ലേ, ഇവർ പറഞ്ഞ വാക്ക് പാലിക്കും, ഇവരല്ലെങ്കിൽ സമ്മതിക്കും, ഇവരുടെ നമ്മൾ സംശയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, ഇവരിത്ര നന്നായിട്ട് പറയുകയല്ലേ, ശരിയാക്കി തരാം അല്ലെങ്കിൽ ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണക്കാരായ നമ്മൾ അത് വിശ്വസിക്കും. എന്നിട്ട് അവസാനം എല്ലാം കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ കറിവേപ്പില വല്ല എടുത്ത് കളയും. ഇനി ഈ വീഡിയോയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഓക്കെ, അന്ന് ഈ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന നിജുവിന്റെ അവസ്ഥ നിലവിൽ നിങ്ങളുടെ അവസ്ഥയായി കാണണം. ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടിയോട് നോ പറയാൻ തയ്യാറാവണം. 38 ലക്ഷം രൂപ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫണ്ടാണത്. അത് നിസ്സാര പൈസയൊന്നുമല്ല. 38 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില പരിപാടികൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസയായിരിക്കും. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഫണ്ടാണ്. അതിൽ പല രീതിയിലുള്ള കടങ്ങൾ ഉണ്ടാകും. ഇദ്ദേഹം ചെലവാക്കിയതിന്റെ ബാലൻസ് ഷീറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവ് വേണ്ടത്? ഇൻഡസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാള് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ്. കേട്ടു നോക്കൂ. ആളുകൾ അറിഞ്ഞോ? അറോറ ഏത് പട്ടിക്കറിയാം? അറോറ ഒരു പട്ടിക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത് അറോറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല. ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്. ഇനി എൻ്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഒരു രീതിയിലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. ഞാൻ ഇടഞ്ഞതാ നിജു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി അവളുടെ തലയിൽ കയറി നിരങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് നിജു, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യാൻ പോകേണ്ടത് കേട്ടോ. ശല്യപ്പെടുത്തില്ല, മീൻസ് ഫാമിലിയായിട്ട് പോയാൽ വന്നതിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നു ജനുവരി 7-ാം തീയതി തോന്നുന്നു, 7-ഓ 8-ഓ അതൊരു ദിവസം വന്നതിന് പിറ്റേന്ന് നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കാണണം, നേരിട്ട് കാണണം, എനിക്ക് ഇതൊരു എഗ്രിമെൻറ്റ് തന്നില്ല. ഞാൻ നിജു നാളെ നമുക്ക് രാവിലെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഷാനിക്കയുടെ ഫ്ലാറ്റിൽ പോയി അവിടെ വെച്ച് കണ്ടു. അപ്പം ഞാൻ അന്ന് എഗ്രിമെൻറ്റ് ചോദിച്ചു, എനിക്ക് എഗ്രിമെൻറ്റ് തന്നേ പറ്റൂ, ഇതെനിക്ക് എഗ്രിമെൻറ്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിജു ഇന്ന് വൈകുന്നേരം കൊണ്ട് എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും എനിക്ക് അന്ന് വൈകുന്നേരമായിട്ടും എഗ്രിമെൻറ്റ് തന്നില്ല. എഗ്രിമെൻറ്റ് തരാമെന്നപ്പോൾ ഞാൻ ഈ നിമിഷയെ തന്നെ വിളിച്ചിട്ട്, എനിക്ക് തോന്നുന്നു 12-ാം തീയതി, ജനുവരി 12-ാം തീയതി നിമിഷം ഞാൻ വിളിച്ചിട്ട്, നിമിഷം ഞാനിത് ബാക്കൗട്ട് ചെയ്യുക, ഞാൻ ഷോ ചെയ്യുന്നില്ല, കാരണം എനിക്കൊരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നിമിഷം പറഞ്ഞു, നിജു നീ ഇതിനെ പേടിക്കുന്നു, ഇപ്പം അങ്ങനെ ബാക്കൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ സിനിമാ ലോകത്തുള്ളവരും ഏത് സെലിബ്രിറ്റി ആയാലും ശരി, ആരായാലും ശരി, ഈ പാവങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യരുത് പ്ലീസ്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് നിർത്തൂ. ഈ കാശൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എന്തോ ചെയ്യാൻ, നിങ്ങൾക്ക് ആവശ്യത്തിന് അധികം കാശ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരണോ? എന്തിനാണ്? ഏത് ഫേമസ് ആയിട്ടുള്ള ഒരാളെ എടുത്താലും ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവനായിരിക്കും. എന്തിന് ഇത്ര ഉണ്ടെങ്കിലും ഈ അത്യാഗ്രഹം?